നമസ്കാരം, ഞാൻ റെജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് 8ാം സ്റ്റാൻഡേർഡിലെ ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്ന കവിതയുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റുകളാണ് പരിചയപ്പെടുന്നത്. ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്ന കവിതയുടെ സാരാംശം ഒന്ന് പരിചയപ്പെടുന്നു. अंग्रेजी और चीनी साहित्यकार बर्तोल्ड ब्रेख्त की കവിത. ഇംഗ്ലീഷിലെയും ചൈനീസിലെയും സാഹിത്യകാരനായ ബർത്തോൾഡ് ബ്രെഖ്ത് എഴുതിയിട്ടുള്ളതായ കവിതയാണ് ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്നത്. एक मजदूर डॉक्टर को पत्र लिखता है. ഈ കവിതയിൽ ഒരു തൊഴിലാളി ഡോക്ടർക്ക് കത്തെഴുതുന്ന രീതിയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. डॉक्टर मजदूर की बीमारी का कारण ऐसा बताता है कि नमी और सीलन से ही बीमारी बढ़ती है. ഡോക്ടർ തൊഴിലാളിയോട് ആ തൊഴിലാളിയുടെ രോഗത്തിന് കാരണം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരുന്നു. അതായത് ഈർപ്പവും നനവും കൊണ്ടാണ് ഈ തൊഴിലാളിയുടെ രോഗം വർദ്ധിക്കുന്നത്. മസ്ദൂർ കി ബീമാരി കാ കാരണം സബ് ലോഗ് ജാനത്തെ ഹൈ. എന്നാൽ ഈ തൊഴിലാളിയുടെ രോഗത്തിന് കാരണം എല്ലാവർക്കും അറിയാം. ലേക്കിൻ കൊയ് നഹീ കഹേഗ. പക്ഷെ ആരും പറയില്ല. पहले मजदूर कहता है कि सारा पैसा खर्च करके डॉक्टरी की शिक्षा पाने वाले डॉक्टर मजदूर की बीमारी दूर कर सकते हैं. ആദ്യം തൊഴിലാളി പറയുന്നു, വളരെയധികം പൈസ ചെലവിട്ട് ഡോക്ടർ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയതായ ഡോക്ടർ തൊഴിലാളിയുടെ രോഗം ഡോക്ടർക്ക് അകറ്റാനായിട്ട് ദൂരീകരിക്കാനായിട്ട് സാധിക്കുന്നു. फिर शंका प्रकट करता है कि क्या डॉक्टर उसकी बीमारी दूर कर सकते हैं. എന്നാൽ പിന്നീട് തൻ്റെ ആശങ്ക പ്രകടിപ്പിക്കുന്നു, ഡോക്ടർക്ക് തൻ്റെ രോഗം മാറ്റാൻ സാധിക്കുമോ. ഡോക്ടർ മസ്ദൂർ സെ कहता है कि वजन बढ़ाओ. ഡോക്ടർ ഈ തൊഴിലാളിയോട് പറയുന്നു, ഭാരം കൂട്ടുക, വെയിറ്റ് വർദ്ധിപ്പിക്കുക. ലേക്കിൻ ദൽദലി ഘാസ് സെ ഖുഷ്ക് രഹേ ऐसा कहने के समान है. എന്നാൽ ഇത് ചതുപ്പ് നിലത്തിലുള്ളതായ പുല്ലിനോട് ഉണങ്ങിയിരിക്കുക എന്ന് പറയുന്നതിന് തുല്യമാണ്. മസ്ദൂർ കി ബീമാരി കാ കാരണം സിർഫ് ഏക് ഛോട്ടാ സാ ശബ്ദ് ഹൈ. ഈ തൊഴിലാളിയുടെ രോഗത്തിന് കാരണം കേവലം ഒരു ചെറിയ വാക്കാണ്. വഹേ ഗരീബി. അതാണ് ദാരിദ്ര്യം. अपनी गरीबी के कारण मजदूर को अच्छा कपड़ा पहन ना सकता है, पौष्टिक भोजन न खा सकता है या घर की मरम्मती भी न कर सकता है. തൻ്റെ ദാരിദ്ര്യം കാരണം തൊഴിലാളിക്ക് നല്ല വസ്ത്രം ധരിക്കാനോ പോഷകാഹാരം കഴിക്കാനോ വീടിൻ്റെ മരാമത്ത് അല്ലെങ്കിൽ റിപ്പയറിംഗ് നടത്താനോ സാധിക്കുന്നില്ല. ഇതാണ് ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്ന കവിതയുടെ സാരാംശം. ഒന്നാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 9 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യം 1, ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര കൈസി രചന യാ കിസ് വിധാ കി രചന ഹൈ. ഡോക്ടറുടെ പേരിൽ തൊഴിലാളി എഴുതുന്ന കത്ത് എന്നത് ഏത് തരത്തിലുള്ള രചനയാണ്? ഉത്തരം കവിത. രണ്ടാമത്തെ ചോദ്യം, ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര കിസ്കി രചന ഹൈ. ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്നത് ആരുടെ രചനയാണ്? ഉത്തരം ബർത്തോൾഡ് ബ്രെഖ്ത് की. മൂന്നാമത്തെ ചോദ്യം, एक नजर शरीर के चिथड़ों पर डालो से मजदूर क्या कहना चाहता है. ഒരു നോട്ടം തൻ്റെ ശരീരത്തിലുള്ള ഈ പഴംതുണിയിലേക്കൊന്ന് നോക്കൂ എന്നതുകൊണ്ട് തൊഴിലാളി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഉത്തരം മസ്ദൂർ ഗരീബി കാ ശിക്കാർ ഹൈ. തൊഴിലാളി ദാരിദ്ര്യത്തിനിരയാണ്. ഉസ്കോ പെഹന്നെ കെ ലിയെ അച്ഛേ കപ്പടേ നഹീ ഹൈ. അയാൾക്ക് ധരിക്കുന്നതിന് വേണ്ടി നല്ല വസ്ത്രങ്ങളില്ല. मजदूर ये कहना चाहता है कि उसके जीवन में सुख और शांति नहीं. ആ തൊഴിലാളി
ഈ കാര്യം പറയാനാണ് ആഗ്രഹിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ സുഖം, സമാധാനം ഇവയൊന്നും തന്നെ ഇല്ല. നാലാമത്തെ ചോദ്യം, बहुत ज्यादा काम और बहुत कम भोजन ने दुबला कर दिया है हमें, मजदूर ऐसा क्यों करता है? വളരെ കൂടുതലായിട്ടുള്ള ജോലിയും വളരെ കുറച്ച് ഭക്ഷണവുമാണ് തന്നെ ഇങ്ങനെ ക്ഷീണിപ്പിച്ചിരിക്കുന്നത് എന്ന് തൊഴിലാളി പറയാനുള്ള കാരണം എന്താണ്? ഉത്തരം, മസ്ദൂർ കഠിൻ മെഹനത് കർത്താ ഹൈ, തൊഴിലാളി കഠിനാധ്വാനം ചെയ്യുന്നു. ലേക്കിൻ ഗരീബി കം നഹി ഹോത്തി ഹൈ, പക്ഷേ ദാരിദ്ര്യം ഇല്ലാതാകുന്നില്ല. കടി മെഹനത് കെ കാരൺ और आवश्यक भोजन न मिलने के कारण बहुत दुबला हो गया है. കഠിനാധ്വാനം കാരണവും ആവശ്യമായ ഭക്ഷണം ലഭിക്കാതിരിക്കുന്നത് മുഖാന്തരവും അയാൾ വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം, ദൽദലി ഘാസ് കാ ഖുഷ്ക് റഹന और वजन बढ़ाना में क्या संबंध है? ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ചതുപ്പ് നിലത്തിലുള്ള പുല്ലിനോട് ഉണങ്ങിയിരിക്കുക എന്ന് പറയുന്നതും ഭാരം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതും തമ്മിലുള്ളതായ ബന്ധം എന്താണ്? ഉത്തരം, ദൽദലിമേ സദാ ജൽ രഹതാ ഹൈ, ചതുപ്പ് നിലത്തിൽ എപ്പോഴും വെള്ളമുണ്ടാകുന്നു. സദാ ജൽ ഹോനെ കെ കാരണം പൗധോं को खुश्क रहना असंभव है, എപ്പോഴും വെള്ളമുള്ളത് കാരണം ആ വെള്ളത്തിൽ നിൽക്കുന്നതായ ചെടികൾക്ക് ഉണങ്ങി ഇരിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യം ആണ്. उसी प्रकार गरीबी में रहने वाले मजदूर को पौष्टिक भोजन कभी नहीं मिलता है, അതുപോലെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന തൊഴിലാളിക്ക് പോഷകാഹാരം ഒരിക്കലും കിട്ടുന്നില്ല. വസൻ പഠാനെ के लिए पौष्टिक भोजन जरूरी है, ഭാരം വർദ്ധിപ്പിക്കുന്നതിന്, ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് പോഷകാഹാരം അത്യാവശ്യമാണ്. पौष्टिक भोजन न मिलने के कारण मजदूरों को वजन बढ़ाना बहुत कठिन है, പോഷകാഹാരം ലഭിക്കാത്തതിനാൽ തൊഴിലാളികൾക്ക് അവരുടെ ശരീരഭാരം വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രയാസകരമായ ഒരു കാര്യം ആണ്. ആറാമത്തെ ചോദ്യം, മസ്ദൂർ കെ ശരീർ പർ നമി ഓർ സീലൻ കേസെ ആത്താ ഹെ? തൊഴിലാളിയുടെ ശരീരത്തിൽ നനവും ഈർപ്പവും എങ്ങനെയാണ് വരുന്നത്? ഉത്തരം, കടി മെഹനത് കെ കാരണം മസ്ദൂർ കെ ശരീർ പർ നമി ഓർ സീലൻ ആത്താ ഹെ. കഠിനാധ്വാനം കാരണം തൊഴിലാളിയുടെ ശരീരത്തിൽ നനവും ഈർപ്പവും ഉണ്ടാകുന്നു. അതായത് പസീനേസി അല്ലെങ്കിൽ വിയർപ്പിനാൽ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഏഴാമത്തെ ചോദ്യം, മസ്ദൂർ കോ അപ്നെ ബദൻ പർ ചിഥഡേ ഹി പഹനന പഡ്താ ഹെ ക്യോ? തൊഴിലാളിക്ക് തൻ്റെ ശരീരത്തിൽ പഴന്തുണി മാത്രമാണ് ധരിക്കേണ്ടതായി വരുന്നത്, എന്തുകൊണ്ട്? ഉത്തരം, മസ്ദൂർ കടി മെഹനത് കർത്താ ഹെ തോ ഭി ആവശ്യക് പൈസെ കമാ ന സക്താ ഹെ. തൊഴിലാളി കഠിനാധ്വാനം ചെയ്തിട്ടുകൂടി ആവശ്യമായ പൈസ സമ്പാദിക്കാൻ സാധിക്കുന്നില്ല. ഇസ്ലിയെ ഉസ്കോ അപ്നെ ബദൻ പർ ചിഥഡേ ഹി പഹനന പഡ്താ ഹെ. അതുകൊണ്ട് അയാൾക്ക് തൻ്റെ ശരീരത്തിൽ പഴന്തുണി ധരിക്കേണ്ടതായി, കീറത്തുണി ധരിക്കേണ്ടതായി വരും. എട്ടാമത്തെ ചോദ്യം, ഡോക്ടർക്ക് കീമത്തി കാലീൻ ഖരീദ് കർ അപ്നെ കമറേ മേ ഡാൽ സക്താ ഹെ ക്യോ? ഡോക്ടറിന് വില കൂടിയതായ പരവതാനി വാങ്ങി തൻ്റെ മുറിയിൽ ഇടാനായിട്ട് സാധിക്കുന്നു, എന്തുകൊണ്ട്? ഉത്തരം, ഡോക്ടർക്കോ മരീസോ സേ ജ്യാദാ ഫീസ് മിൽത്തേ ഹെ. ഡോക്ടർക്ക് രോഗികളിൽ നിന്ന് വളരെയധികം ഫീസ് കിട്ടുന്നു. ഇസ്ലിയെ ഉൻകോ കീമത്തി കാലീൻ ഖരീദ് കർ അപ്നെ കമറേ മേ ഡാൽ സക്താ ഹെ. അതുകൊണ്ട് അദ്ദേഹത്തിന് വില കൂടിയതായ പരവതാനി വാങ്ങി തൻ്റെ മുറിയിൽ ഇടാൻ സാധിക്കുന്നു. ഒൻപതാമത്തെ ചോദ്യം, घर की दीवार पर छाई सीलन मजदूर की कौन सी हालत बताता है? വീട്ടിൻ്റെ ഭിത്തിയിൽ ഉള്ളതായ നനവ് എന്നതുകൊണ്ട് തൊഴിലാളിയുടെ ഏത് അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം, യഹാ മസ്ദൂർ കോ അപ്നെ കമായി സെ അപ്നാ സാരാ ഖർച്ച് നിഭാ ന സക്താ ഹെ. ഇവിടെ തൊഴിലാളിക്ക് തൻ്റെ സമ്പാദ്യം കൊണ്ട്, താൻ ജോലിയെടുത്ത് കിട്ടുന്നതായ വരുമാനം കൊണ്ട് തൻ്റെ ചിലവുകളെല്ലാം തന്നെ നിർവഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആവശ്യക് ഭോജൻ ഖാനെ കെ ലിയെ और कपड़े खरीदने के लिए भी कमा न सकता है.
ആവശ്യമായ ഭക്ഷണം കഴിക്കുന്നതിനോ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനോ ഒന്നും അയാൾക്ക് സമ്പാദിക്കാനായിട്ട് കഴിയുന്നില്ല. इसलिए घर की मरम्मती भी न कर सकता है. അതുകൊണ്ട് വീടിൻ്റെ കേടുപാടുകൾ അല്ലെങ്കിൽ റിപ്പയറിംഗ് നടത്താനും അയാൾക്ക് സാധിക്കുന്നില്ല. അടുത്ത വർക്ക്ഷീറ്റിൽ ആകെ 8 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, തബ് തോ തും ഹമേ അവശ്യ അച്ഛാ കർ സക്കോഗെ ഇൻ പങ്ക്തിയോ സേ കവി കിസ്കി യാദ് ദിലാത്തെ ഹൈ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളെ നന്നാക്കാനായിട്ട് നല്ലതാക്കാനായിട്ട് സാധിക്കും എന്ന ഈ വരികൾ കൊണ്ട് എന്ത് കാര്യമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ഉത്തരം, മരീസ് ഇലാജ് കെ ലിയെ ഡോക്ടർ കെ പാസ് ആത്തെ ഹൈ. മരീസ് എന്നതിൻ്റെ അർത്ഥം രോഗി. രോഗി ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടറുടെ അടുക്കൽ വരുന്നു. ഉൻകെ സേവാ കർണ ഡോക്ടർ കാ കർത്തവ്യ ഹൈ. ഉൻകി സേവാ കർണ ഡോക്ടർ കാ കർത്തവ്യ ഹൈ. അവരെ പരിചരിക്കുക എന്നുള്ളത് ഡോക്ടറുടെ കടമയാണ്. इन पंक्तियों द्वारा कवि अपने कर्तव्य भूलने वाले डॉक्टरों को अपने उत्तरदायित्व की याद दिलाते हैं. ഈ വരികൾ മുഖാന്തരം കവി തൻ്റെ കർത്തവ്യങ്ങൾ മറന്നു പോകുന്നതായ ഡോക്ടർമാരോട് അവരുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം, एक डॉक्टर को ही मरीज को बचा सकता है, ऐसा क्यों कहता है? ഒരു ഡോക്ടറിന് തന്നെയാണ് രോഗിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഉത്തരം, डॉक्टर बनने के लिए बड़े बड़े मेडिकल कॉलेजों में खूब सारा पैसा खर्च करके 10 साल तक डॉक्टरी की शिक्षा पाते हैं, इसलिए ऐसा कहता है. ഒരു ഡോക്ടർ ആകുന്നതിന് വേണ്ടി വലിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് കൂടുതൽ പണം മുടക്കി 10 വർഷത്തോളം മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, നമി ഓർ സീലൻ കിൻ കിൻ കി ഓർ സംഗീത് കർത്തി ഹൈ. ഈ നനവ് അല്ലെങ്കിൽ ഈർപ്പം ഇതൊക്കെ എന്തിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഉത്തരം, നമി ഓർ സീലൻ ഗരീബി ഓർ ശോഷൻ കി ഓർ സംഗീത് കർത്തി ഹൈ. ഈ നനവ് അല്ലെങ്കിൽ ഈർപ്പം എന്നുള്ളത് ദാരിദ്ര്യത്തെയും ചൂഷണത്തെയുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നാലാമത്തെ ചോദ്യം, മസ്ദൂർ की बीमारी का कारण एक छोटा सा शब्द है, वह शब्द कौन सा है? ആ തൊഴിലാളിയുടെ രോഗത്തിന് കാരണം ഒരു ചെറിയ വാക്കാണ്. ആ വാക്ക് ഏതാണ്? ഉത്തരം, ഗരീബി, ദാരിദ്ര്യം. അഞ്ചാമത്തെ ചോദ്യം, തുമാരെ പാസ് കിത്നാ വക്ത് ഹേ ഹം ജീസോं के लिए. നിങ്ങളുടെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി എത്രമാത്രം സമയമാണുള്ളത്? ആജ് കെ സമാജ് മേ ഇസ് പ്രശ്ന की പ്രാസംഗികത क्या है? ഇന്നത്തെ സമൂഹത്തിൽ ഈ ചോദ്യത്തിൻ്റെ സാന്ദർഭികത്വം എന്താണ്? ഉത്തരം, ആജ് ലോക് സ്വാർത്ഥി ബൻ ഗേ ഹേ. ഇക്കാലത്ത് ആളുകൾ സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുന്നു. വേ കേവൽ അപ്നെ ഹി ബാരെ മേ സോച്തേ ഹേ. അവർ അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. വേ കഭി ദൂസറോं का परवाह नहीं करते हैं. അവർ മറ്റുള്ളവരെക്കുറിച്ച് മറ്റുള്ളവർക്ക് യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല. ഡോക്ടർ ലോഗ് ഭി വൈസി ഹി. ഡോക്ടർമാരും അങ്ങനെ തന്നെയാണ്. ജ്യാദാ സെ ജ്യാദാ പൈസ കമാക്കർ സുഖ് കാ ജീവൻ ബിതാനാ ഹി ഉൻകാ ലക്ഷ്യ ഹെ. കൂടുതൽ പണം സമ്പാദിച്ച് സുഖജീവിതം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഉസ്കെ ബീച്ച് ഇൻ ഗരീബോं की ചികിത്സ के लिए समय नहीं होगा. അവർക്ക് ദരിദ്രരായ ആളുകളെ ചികിത്സിക്കുന്നതിന് സമയമുണ്ടാവില്ല. ആറാമത്തെ ചോദ്യം, ഊപ്പർ കാ പ്രശ്ന കിൻ കിൻ കി ഓർ ഇഷാര കർത്താ ഹെ. മുകളിൽ കൊടുത്തിരിക്കുന്നതായ ഈ ചോദ്യം എന്തിനെയെല്ലാമാണ് ചൂണ്ടിക്കാണിക്കുന്നത്? മുകളിൽ കൊടുത്തിരിക്കുന്ന ചോദ്യം എന്ന് ഉദ്ദേശിക്കുന്നത്, തുമാരെ പാസ് കിത്നാ വക്ത് ഹേ ഹം ജീസോं के लिए आज के समाज में इस प्रश्न की प्रासंगिकता क्या है എന്നുള്ള കാര്യം എന്തിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഉത്തരം, ऊपर का प्रश्न समाज के धनिक लोग, राजनीतिक नेता और जमींदार वर्ग की ओर इशारा करता है. മുകളിൽ കൊടുത്തിരിക്കുന്ന ചോദ്യം സമൂഹത്തിലെ സമ്പന്നരായ ആളുകളെയും രാഷ്ട്രീയ നേതാക്കളായ ആളുകളെയും ജന്മിമാരായ ആളുകളെയും ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. क्योंकि ये लोग मजदूरों और समाज के कामगार वर्ग के प्रति सहानुभूति नहीं दिखाते हैं.
കാരണം ഇത്തരത്തിലുള്ള ആളുകൾ തൊഴിലാളികളുടെയോ അല്ലെങ്കിൽ സമൂഹത്തിലെ ജോലി ചെയ്ത് ജീവിക്കുന്നതായ ആളുകളോടോ ഒന്നും തന്നെ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നില്ല. ഏഴാമത്തെ ചോദ്യം കത്ത് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. ഒരു കത്ത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കത്ത് എന്നുള്ളതിന് ഹിന്ദിയിൽ പത്ര അല്ലെങ്കിൽ ഖത്ത്, ചിട്ടി ഇങ്ങനെ 3 രീതിയിൽ ചോദിക്കാവുന്നതാണ്. ഒരു കത്ത് തയ്യാറാക്കുമ്പോൾ പ്രധാനമായി സാധാരണ നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്ന ഇൻഫോർമൽ ലെറ്ററാണ്. ആ ഇൻഫോർമൽ ലെറ്ററിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ളതിനെക്കുറിച്ചാണ് ശ്രദ്ധിക്കുന്നത്. കത്ത് എപ്പോഴും ബോക്സിനുള്ളിൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് സ്ഥാൻ, താരീഖ്, സ്ഥാൻ और താരീഖ്, ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിൽ സ്ഥാൻ കൊടുക്കണം, പ്ലേസ് കൊടുക്കണം. അതിൻ്റെ തൊട്ട് താഴെ താരീഖ് അഥവാ തീയതി കൊടുക്കണം. സ്ഥാൻ എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം കോമ, താരീഖ് എന്ന് എഴുതിയതിന് ശേഷം ഫുൾ സ്റ്റോപ്പ്, അതിനുശേഷം സംബോധൻ, അതായത് ഇംഗ്ലീഷിൽ സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സംബോധൻ കൊടുക്കണം. ആർക്കാണോ കത്തെഴുതുന്നത് അയാളെ സംബോധന ചെയ്തുകൊണ്ടുള്ളതായ പദം. അടുത്തത് കലേവർ അഥവാ ബോഡി ഓഫ് ദി ലെറ്റർ. ഈ കലേവർ അല്ലെങ്കിൽ ബോഡി ഓഫ് ദി ലെറ്ററിൽ വരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ പത്രശൈലിക പ്രയോഗം, അതായത് കത്തിൻ്റെ ശൈലിയിലുള്ളതായ പ്രയോഗം. വിഷയിക സഹി സംപ്രേഷൻ, എന്ത് കാര്യത്തെ സംബന്ധിച്ചാണോ നമ്മൾ കത്തെഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായ രീതിയിൽ പ്രതിപാദിക്കുക. ഇനി കത്ത് അവസാനിപ്പിക്കുമ്പോൾ സ്വനിർദ്ദേശ്. സ്വനിർദ്ദേശ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണോ കത്തെഴുതുന്നത് അയാളെ സംബന്ധിക്കുന്ന സൂചനകൾ. സ്വനിർദ്ദേശിൽ വരുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മൾ നമ്മുടെ കൂട്ടുകാരനാണ് എഴുതുന്നതെങ്കിൽ തുമാര മിത്ര, അതുപോലെ നമ്മളുടെ അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒക്കെ എഴുതുമ്പോൾ അച്ഛനാണെങ്കിൽ ആപ്ക പുത്ര, അമ്മയ്ക്കായാലും ആപ്ക പുത്ര എന്നെഴുതാം. അതുപോലെ കൂട്ടുകാരിക്കാണ് എഴുതുന്നതെങ്കിൽ അവിടെയും തുമ്ഹാര മിത്ര എന്നെഴുതാം. ഇനി അവസാനം ലെഫ്റ്റ് സൈഡിലായിട്ട് ഏറ്റവും താഴെ ഈ പറഞ്ഞ ഈ സ്വനിർദ്ദേശിൽ വരുന്ന ഈ ആപ്ക മിത്ര അല്ലെങ്കിൽ തുമ്ഹാര മിത്ര അല്ലെങ്കിൽ ആപ്ക പുത്ര എന്നൊക്കെ എഴുതിയതിന് തൊട്ട് താഴെ നമ്മൾ ഹസ്താക്ഷർ അഥവാ സിഗ്നേച്ചർ എന്ന് കൊടുത്തിരിക്കണം. സിഗ്നേച്ചറിന് പകരം നമ്മൾ ഹിന്ദിയിൽ കൊടുക്കേണ്ടത് ഹസ്താക്ഷർ എന്നാണ്. അതിന് തൊട്ട് താഴെ നെയിം വ്യക്തമായിട്ട് എഴുതാൻ കഴിയുന്നതാണെങ്കിൽ നെയിം എഴുതണം, ഇല്ലെങ്കിൽ നാം എന്നെഴുതണം. ഇതിത്രയും എഴുതിയതിന് ശേഷം തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി സേവാമേം, അതായത് കത്ത് കിട്ടേണ്ട ആളുടെ അഡ്രസ്സ്, അതാണ് സേവാമേ അഥവാ ടു അഡ്രസ്. സേവാമേ എന്ന് എഴുതിയതിന് ശേഷം അതിൻ്റെ സേവാമേ നിർത്തിയിരിക്കുന്നതിന് തൊട്ട് താഴെ നാം, പത്ത, പേരും അഡ്രസ്സും കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. ചോദ്യം 7. अपने कर्तव्य निभाने में समर्पण भावना रखने वाले किसी व्यक्ति का अभिनंदन करते हुए उन्हें पत्र लिखें. പത്ര എന്ന് എഴുതുമ്പോൾ തായുടെ അടിയിൽ ഒരു വെട്ട് ആണ് കൊടുക്കാനുള്ളത്, പത്ര. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ വളരെ സമർപ്പണ ഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ അഭിനന്ദിച്ചുകൊണ്ട് അവരുടെ പേരിൽ ഒരു കത്ത് എഴുതുക. ഉത്തരം സ്ഥാൻ, താരീഖ്, ഏറ്റവും മേളിൽ സ്ഥാൻ, കോമ, താരീഖ്, ഫുൾ സ്റ്റോപ്പ്. ആദരണീയ ദയാബായി മേ 8वीं कक्षा का छात्र हूं. ഇവിടെ ദയാബായി എന്ന് നിങ്ങൾക്ക് വളരെ പരിചയം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എങ്കിലും വളരെ മുതിർന്ന ആളുകൾക്കിടയിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ദയാബായി. കോട്ടയം ജില്ലയിൽ ജനിച്ച മേഴ്സി എന്ന പേരുള്ളതായ ഒരു സ്ത്രീ. അവരെക്കുറിച്ചുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. കത്തിൽ നിങ്ങൾക്കതിനെ വ്യക്തമാകും. മേഴ്സി മാത്യു എന്നാണ് അവരുടെ ശരിയായ പേര്. എന്നാൽ പിന്നീട് അവർ ദയാബായി എന്ന പേര് സ്വീകരിച്ചു. നമുക്ക് നോക്കാം. സ്ഥാൻ, കോമ, താരീഖ്.
ആദരണീ ദയാബായി, മേ 8वीं कक्षा का छात्र हूँ. ഞാൻ 8ാം സ്റ്റാൻഡേർഡിലെ വിദ്യാർത്ഥിയാണ്. മേനെ സുനാ ഹേ കി ആപ് മലയാളി ഹേ. ഞാൻ കേട്ടിട്ടുണ്ട് താങ്കൾ ഒരു മലയാളിയാണ്. ഇസ് पर मैं गर्व करता हूँ क्योंकि आप उत्तर भारत के विशेषतः मध्य प्रदेश के आदिवासियों के बीच रहकर उनके लिए आवाज उठाती रहती हैं. ഇതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. കാരണം താങ്കൾ നോർത്ത് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് മധ്യപ്രദേശിലെ ആദിവാസികൾക്കിടയിൽ താമസിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നു. आपकी इस कर्तव्य के कारण अधिकारियों की ओर से उनको जो मिलना है वही मिलते रहते. താങ്കളുടെ ഈ പ്രവൃത്തി കാരണം, കർത്തവ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രവൃത്തി, താങ്കളുടെ ഈ പ്രവൃത്തി കാരണം അധികാരികളിൽ നിന്ന് ആദിവാസികൾക്ക് കിട്ടേണ്ടതായ കാര്യങ്ങൾ ഒക്കെ, ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നു, അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. आपके कारण वे खुशी से जीवन बिताते हैं. താങ്കൾ കാരണം അവർ, ഈ ആദിവാസികളായ ആളുകൾ, വളരെ സന്തോഷകരമായ ജീവിതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ये भी जान सका कि आदिवासियों के साथ रहने के लिए आप अपना मेर्सी मात्यू नाम बदलकर दयाबाई नाम स्वीकार किया. എനിക്കിതും കൂടി അറിയാൻ സാധിച്ചു, താങ്കൾ ആദിവാസികളുടെ ഇടയിൽ ആദിവാസികളോടൊപ്പം താമസിക്കുന്നതിന് വേണ്ടി താങ്കളുടെ സ്വന്തം പേരായ മേഴ്സി മാത്യു എന്നത് മാറ്റി ദയാബായി എന്ന പേര് സ്വീകരിച്ചു. ആപ്കി വീരത പർ മേരി ഹാർദിക് ബധായിയ. താങ്കളുടെ ഈ വീരപ്രവൃത്തിയിൽ അല്ലെങ്കിൽ ധീരപ്രവൃത്തിയിൽ എൻ്റെ ഹൃദയംഗമമായ അനുമോദനങ്ങൾ. ശുഭകാമനാവോ സേ ഹസ്താക്ഷർ നാം. ശുഭ ആശംസകളോടെ സിഗ്നേച്ചർ നെയിം. ഈ ഇത്രയും എഴുതിയതിന് ശേഷം അതിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിലേക്ക് വേണം ഈ സേവാമേ, ദയാബായി, പത്ത എന്നൊക്കെ കൊടുക്കാൻ. ഇവിടെ ഈ സ്ലൈഡിനുള്ളിൽ തന്നെ ഇത് തീർക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ബോക്സ് കുറച്ച് മുകളിലേക്ക് ആക്കിയിരിക്കുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരീക്ഷ എഴുതുന്ന പേപ്പറിൽ എപ്പോഴും ഈ നാം എന്നെഴുതിയതിന് തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി വേണം ഈ സേവാമേ എന്ന ഈ അഡ്രസ് വരുന്നതിന് വേണ്ടി. 8ാമത്തെ ചോദ്യം, ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര നാമക് കവിത കെ ലിയെ ടിപ്പണി തയ്യാർ കരേ. ഡോക്ടറുടെ പേരിൽ തൊഴിലാളിയുടെ കത്ത് എന്ന കവിതയെ സംബന്ധിക്കുന്ന കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം, डॉक्टर के नाम मजदूर का पत्र कविता पर टिप्पणी. अंग्रेजी और चीनी साहित्यकार बर्तोल्ड ब्रख्त की कविता है डॉक्टर के नाम मजदूर का पत्र. ഇംഗ്ലീഷിലെയും ചൈനീസ് ഭാഷയിലെയും സാഹിത്യകാരനായ ബർത്തോൾഡ് ബ്രഖ്തിന്റെ കവിതയാണ് ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര. एक मजदूर डॉक्टर को पत्र लिखने के जैसे मजदूर की गरीबी के बारे में बताते हैं. ഒരു തൊഴിലാളി ഡോക്ടർക്ക് കത്തെഴുതുന്ന രീതിയിൽ തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നു. डॉक्टर मजदूर की बीमारी का कारण ऐसा बताता है कि नमी और सीलन से ही बीमारी बढ़ती है. ഡോക്ടർ തൊഴിലാളിയോട് ആ തൊഴിലാളിയുടെ രോഗത്തിന് കാരണം ഇതാണ് എന്ന് പറയുന്നു. തൻ്റെ ശരീരത്തിലെ ഈർപ്പവും അല്ലെങ്കിൽ നനവുമാണ്, നമ്മൾ മലയാളത്തിൽ പറയുന്ന നീരിറക്കമാണ് ഈ തൊഴിലാളിയുടെ രോഗത്തിന് കാരണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ രോഗം കൂടാനുള്ള കാരണമെന്ന് പറയുന്നു. മസ്ദൂർ കി ബീമാരി കാ കാരണം സബ് ലോഗ് ജാൻതേ ഹൈ. ഈ തൊഴിലാളിയുടെ രോഗത്തിന് കാരണം എന്താണെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. ലേക്കിൻ കോയി നഹീ കഹേഗ. പക്ഷെ ആരും പറയുന്നില്ല. പഹലെ മസ്ദൂർ कहता है कि सारा पैसा खर्च करके डॉक्टरी की शिक्षा पाने वाले डॉक्टर मजदूर की बीमारी दूर कर सकते हैं. തുടക്കത്തിൽ തൊഴിലാളി പറയുന്നു, വളരെയധികം പൈസ ചെലവാക്കി മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയതായ ഡോക്ടറിന് തൊഴിലാളിയുടെ രോഗത്തെ ദൂരീകരിക്കാൻ സാധിക്കുന്നു. फिर शंका प्रकट करता है कि क्या डॉक्टर उसकी बीमारी दूर कर सकते हैं. എന്നാൽ തൻ്റെ ആശങ്ക പിന്നീട് പ്രകടിപ്പിക്കുന്നു, എന്താ ഡോക്ടർക്ക് തൻ്റെ രോഗം മാറ്റാൻ കഴിയുമോ? ഡോക്ടർ മസ്ദൂർ സെ कहता है कि वजन बढ़ाओ. ഡോക്ടർ തൊഴിലാളിയോട് പറയുന്നു, ഭാരം കൂട്ടുക, ശരീരഭാരം കൂട്ടുക. ലേക്കിൻ
ये दलदली घास से खुश्क रहें ऐसा कहने के समान है. എന്നാൽ ചതുപ്പിൽ വളരുന്നതായ പുല്ലിനോട് ഉണങ്ങിയിരിക്കുക എന്ന് പറയുന്നതിന് തുല്യമാണിത്. മസ്ദൂർ കി ബീമാരി കാ കാരണം സിർഫ് ഏക് ഛോട്ടാ സാ ശബ്ദ ഹൈ. തൊഴിലാളിയുടെ രോഗത്തിന് കാരണം കേവലം ഒരു ചെറിയ വാക്കാണ്. വഹേ ഗരീബി, ആ വാക്കാണ് ദാരിദ്ര്യം. अपनी गरीबी के कारण मजदूर अच्छा कपड़ा पहन ना सकता है. തൻ്റെ ദാരിദ്ര്യം കാരണം തൊഴിലാളിക്ക് നല്ല വസ്ത്രം ധരിക്കാൻ സാധിക്കുന്നില്ല. പൗഷ്ടിക് ഭോജൻ ന ഖാ സക്താ ഹെ, പോഷകാഹാരം കഴിക്കാൻ സാധിക്കുന്നില്ല. യാ ഘർ കി മർമ്മത്തി ഭി ന കർ സക്താ ഹെ, വീടിൻ്റെ റിപ്പയറിംഗ് പോലും നടത്താനായിട്ട് തൊഴിലാളിക്ക് സാധിക്കുന്നില്ല. കവിത की भाषा सरल है, കവിതയുടെ ഭാഷ വളരെ ലളിതമാണ്. മസ്ദൂർ की गरीबी को चित्रित करने में कवि सफल हुए हैं. തൊഴിലാളിയുടെ ദാരിദ്ര്യത്തെ ചിത്രീകരിക്കുന്നതിൽ കവി വളരെയധികം വിജയിച്ചിട്ടുണ്ട്. കവിത അത്യന്ത പ്രാസംഗിക് ഭി ഹെ, കവിത വളരെയധികം സാന്ദർഭികത്വം ഉള്ളതാണ്, ഇന്നത്തെ കാലഘട്ടത്തിന് ചേരുന്നതാണ്. ഈ രണ്ട് വർക്ക്ഷീറ്റിലെ കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള 2 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നാമത്തേത് बहुत ज्यादा काम और कम भोजन ने दुबला कर दिया है हमें, नुस्खे पर लिखते हो और वजन बढ़ाओ. ये तो वैसा ही है, दलदली घास से कहो कि वह खुश्क रहें. इस भाग का आशय लिखें. ഈ കൊടുത്തിരിക്കുന്നതായ ഭാഗത്തിന്റെ ആശയം എഴുതുക. ഉത്തരം, ये भाग बर्तोल्ड ब्रख्त की डॉक्टर के नाम मजदूर का पत्र नामक कविता से लिया गया है. ഈ ഭാഗം ബർത്തോൾഡ് ബ്രഖ്ത് എന്ന കവി എഴുതിയിട്ടുള്ളതായ ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. യഹ മസ്ദൂർ ഡോക്ടർ സെ പത്ര ദ്വാര ബത്താത്താ ഹെ, ഇവിടെ തൊഴിലാളി ഡോക്ടറിനോട് തൻ്റെ ഒരു എഴുതുന്നതായ കത്ത് മുഖാന്തരം പറയുകയാണ് कि मजदूर का शरीर कड़ी मेहनत करने के कारण और भोजन की कमी के कारण दुबला हो गया है. ഇവിടെ തൊഴിലാളിയുടെ ശരീരം കഠിനാധ്വാനം കൊണ്ടും ശരിയായ രീതിയിലുള്ള ഭക്ഷണത്തിൻ്റെ കുറവ് കൊണ്ടും ക്ഷീണിച്ചിരിക്കുന്നു. ലേക്കിൻ ഡോക്ടർ നുസ്ഖെ പർ ലിഖ്താ ഹെ കി വസൻ ബഠാവോ, എന്നാൽ ഡോക്ടർ മരുന്നിന് എഴുതുന്നതായ കുറിപ്പടിയിൽ എഴുതിയിരിക്കുന്നു ശരീരഭാരം കൂട്ടുക. യഹ് ദൽദലി ഘാസ് സെ ഖുശ്ക് രഹേं ऐसा कहने के समान है. എന്നാൽ ഇത് ചതുപ്പ് നിലത്തിൽ വളരുന്നതായ പുല്ലിനോട് ഉണങ്ങിയിരിക്കുക എന്ന് പറയുന്നതിന് തുല്യമാണ്. അടുത്ത ചോദ്യം എന്താണ്? ഹമേ മാലൂം ഹേ അപ്നി ബീമാരി കാ കാരണം വഹ ഏക് ഛോട്ടാ സാ ശബ്ദ ഹേ ജിസെ സബ് ജാനത്തെ ഹേ പർ കഹതാ കോയി നഹീ വഹ ഗരീബി. ഇസ് ഭാഗ് കാ ആശയം ലിഖേ. ഈ കൊടുത്തിരിക്കുന്നതായ ഭാഗത്തിന്റെ ആശയം എഴുതുക. उत्तरम, ये भाग बर्तोल्ड ब्रख्त की डॉक्टर के नाम मजदूर का पत्र नामक कविता से लिया गया है. ഈ ഭാഗം ബർത്തോൾഡ് ബ്രഖ്ത് എഴുതിയിട്ടുള്ള ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. यहाँ मजदूर डॉक्टर से पत्र द्वारा बताता है कि हमें अपनी बीमारी का कारण मालूम है. ഇവിടെ തൊഴിലാളി ഡോക്ടർ എഴുതുന്ന കത്ത് മുഖാന്തരം പറയുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ രോഗത്തിന് കാരണം അറിയാം. മേരെ ജैसे सारे लोगों को भी मालूम है, എന്നെ പോലെ മറ്റെല്ലാ ആളുകൾക്കും അറിയാം. ലേക്കിൻ കോയി നഹി ബതായേഗ, പക്ഷെ ആരും പറയുന്നില്ല. വഹ ഏക് ഛോട്ടാ സാ ശബ്ദ ഹേ വഹി ഹേ ഗരീബി, അതൊരു ചെറിയ വാക്കാണ്, അതാണ് ദാരിദ്ര്യം. ഇത്രയുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായ വർക്ക്ഷീറ്റുകൾ. ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പാഠവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ധന്യവാദം.